ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തിയെന്നൊന്നും അല്ല പറയേണ്ടത്. ബംഗളൂരുവിലെ കഴുകന്മാര് കൊത്തിക്കീറി വെട്ടിക്കീറി കത്തിച്ച് ചാമ്പലാക്കി. എന്തൊക്കെയാണ് പറയേണ്ടത്? മുംബൈ സിറ്റി എഫ് സിയെ സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇത്രയും നാണം കെട്ട ഒരു തോൽവി അവർക്ക് സമ്മാനിക്കാൻ വേറെ ഒരു ക്ലബിനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. എതിരില്ലാത്ത 5 ഗോളുകളായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ വലയിലേക്ക് ബംഗളൂരുവിന്റെ പോലാടികൾ നീലക്കഴുകന്മാർ നിറയൊഴിച്ചു കൊടുത്തത്. മത്സരത്തിലുടനീളം വളരെ മികച്ചൊരു മേധാവിത്വം പുലർത്താൻ ബംഗളൂരുവിന് കഴിഞ്ഞു. മത്സരത്തിന്റെ തുടക്കത്തിൽ മുംബൈ സിറ്റി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റഫറി ആ ഒരു ബ്രൂട്ടൽ ഫൗളിന് പോലും ബംഗളൂരുവിന്റെ താരങ്ങൾക്ക് നേരെ കാടുയർത്തിയില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള വസ്തുതയുണ്ട്. പക്ഷേ ബംഗളൂരുവിന്റെ വിജയം വളരെ വലിയ മാർജിനിലാണ്. ഒരു പ്ലേ ഓഫ് മത്സരമാണ് എന്ന് പോലും സ്കോർ ബോർഡ് കണ്ടാൽ തോന്നില്ല. മത്സരത്തിന്റെ 9ാമത്തെ മിനിറ്റിൽ സുരേഷ് സിംഗ് മാംഗ്യത്തിന്റെ ഒരു മനോഹരമായ ഗോളും സ്വീസ് സെലിബ്രേഷനും മത്സരത്തിന് ആദ്യ ഹീറ്റ് മൊമെന്റ് നൽകി. അതിനു മുമ്പ് തന്നെ പരിക്കിന്റെ കളി ഉണ്ടായിരുന്നു. പിന്നെ 42ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ എഡ്ഗർ മെൻഡസ് അവർക്ക് വേണ്ടി 2ാമത്തെ ഗോൾ നേടി. പിന്നീട് 62ാമത്തെ മിനിറ്റിൽ റയാൻ വില്യംസിന്റെ ഗോൾ. 76ാമത്തെ മിനിറ്റിൽ പൊസിഷൻ തെറ്റി നിന്ന ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് സുനിൽ ഛത്രിയുടെ ആബ്സല്യൂട്ട് ബിഗ് ബാങ്കർ. പിന്നെ ജോർജ് പെരേര ഡയസിന്റെ 83ാമത്തെ മിനിറ്റിലെ ഗോൾ. അങ്ങനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സിയുടെ ശവമടക്ക് തന്നെ നടത്തി പ്ലേ ഓഫ് മത്സരത്തിൽ നമ്മുടെ ബംഗളൂരു എഫ് സി.